ഓം നമോ നമ ശിവായ. നമോ ശ്രീരാമചന്ദ്രായ. നമോ നമ. ദേവേന്ദ്രലോക സമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞു തരുക്കളും ദേവവനിതമാരായി ലതകളും പാവന വൈഭവം എത്രയും അത്ഭുതം. ഭക്തഭക്ഷ്യാതിപേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തിപ്രസാദനും മറ്റു ബഹുവിധം ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്നപ്രാപ നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിനു പണിയുണ്ടനന്തരം. കർമ്മണാശാസ്ത്രദൃഷ്ടേന വസിഷ്ഠനെ സമ്മോദമോട് പൂജിച്ചിതു മുൻപിരാ. പച്ചാസൈന്യോ ഭരതം സസോദരം വിച്ചാനുരൂപേണ പൂജിച്ചനന്തരം തൃപ്തരായി തത്ര ഭരദ്വാജ മന്ദിരേ സുപ്തരായ അമരാവതി സന്നിപേ. ഉത്ഥാനവും ചെയ്തു ശശിനേമങ്ങൾ കൃത്വാ ഭരദ്വാജപാദങ്ങൾ കൂപ്പിന. താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ട് ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു. ചിത്രകൂടാചലം പ്രാപ്യം മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിൽ ഗന്ധികെ. മിത്രമായൊരു ഗുഹനും സുമന്ത്രനും ശത്രുഘ്നനും താനുമായി ഭരതനു. ശ്രീരാമ സന്ദർശനാകാംക്ഷയാമന്തമാരാൻ നാനാതബോധനമണ്ഡലേ. കാണാഞ്ഞോരോരോ മുനിവരന്മാരോട് താണു തൊഴുതു ചോദിച്ചു അത്യാദരം. കുത്രമാഴുന്നു രഘുത്വമെന്നത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ. ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരരുൾ ചെയ്തു. ഉത്തരതീരെ സുരസരിതസ്ഥലേ സരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ. ഉത്തമ പുരുഷങ്ങൾ വാഴുന്നിതെന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നു അത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം.